ॐ मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे പരമാനന്ദമാധവം. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം കർമ്മത്തിൽ നിന്നും ഒളിച്ചോടരുത്. ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും മാത്രമല്ല, എന്തു ചെയ്യുന്നുവോ അതൊക്കെയും അസത്താണെന്ന് പറയപ്പെടുന്നു. ഇത് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല. നിയതസ്യ തു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗസ്തമസാ പരികീർത്തിതാം. പ്രിയരെ, അച്ഛനായോ അമ്മയായോ സഹോദരനായോ സഹോദരിയായോ മകനായോ മകളായോ ഭാര്യയായോ ഭർത്താവായോ ഒക്കെയായി നാം ഒരു കുടുംബത്തിൽ ജീവിക്കേണ്ടി വരുന്നു. കുടുംബത്തിലുള്ള സ്ഥാനമനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരുന്ന ഓരോ കർത്തവ്യങ്ങളുണ്ട്. അതുപോലെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത ദൈനംദിന വൃത്തികളുണ്ട്. അധ്യാപകന് സ്കൂളിൽ പോയി പഠിപ്പിക്കണം, ഡോക്ടർക്ക് ചികിത്സിക്കണം, കൃഷിക്കാരന് കൃഷി ചെയ്യണം, മത്സ്യബന്ധനം ചെയ്യുന്നവർക്ക് ആ പ്രവൃത്തി ചെയ്യണം. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങളാണ്. ഇത് ദിവസവും കൃത്യമായി ചെയ്യണം. ചില ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നോക്കി നിന്നാൽ പോരാ. ഉദാഹരണത്തിന്, റോഡിൽ ഒരാൾ സൈക്കിളിൽ നിന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ മറ്റൊരു അപകടത്തിന് ദൃക്സാക്ഷിയാവുകയോ ചെയ്താൽ അതിൽ നാം ഇടപെടണം. ഇത് ആനുഷംഗികമായ കർമ്മമാണെന്ന് ഗീത പറയുന്നു. ഏതു തരത്തിലുള്ള കർമ്മമായാലും അത് ചെയ്യേണ്ടതില്ല എന്നൊരാൾ വിചാരിച്ചാൽ അതിനെ ന്യായീകരിക്കാനാവില്ല. അത് തമസിന്റെ ആലസ്യം കൊണ്ടുണ്ടാകുന്നതാണ്. മനസ്സിനെ കെടുത്തിക്കളയുന്ന മോഹങ്ങൾക്ക് ഒരാളും ഒരിക്കലും വിധേയനാകരുത്. ചെയ്യാൻ ചുമതലപ്പെട്ട കർമ്മം ഉപേക്ഷിക്കുന്നത് ശരിയല്ല. സർവസംഘ പരിത്യാഗമാണ് സന്യാസം എന്ന് വെച്ച് ചെയ്യാൻ കടമപ്പെട്ട കർമ്മങ്ങളെ പരിത്യജിച്ചുകൂടാ. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.